നമസ്കാരം. നമ്മുടെ ആത്മീയ ആചാര്യന്മാരെ ആൾദൈവങ്ങളെന്നും കപട സന്യാസിമാരെന്നും പറഞ്ഞ് അവഹേളിക്കുന്ന അനേകം പേർ നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. യുക്തിവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർക്ക് ഭാരതീയ ആചാര വിചാര വിശ്വാസങ്ങളെ മാത്രം എതിർക്കുന്നതിൽ താല്പര്യം കാണിക്കുന്ന ഇവരുടെ ഈ ചിന്താഗതിയിൽ എന്ത് യുക്തിയാണ് കാണുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നേരെ മറിച്ച് ഇതേ ആത്മീയ ആചാര്യന്മാരെ ദേശവിദേശങ്ങളിൽ അനേകം ജനങ്ങൾ അവരുടെ ചിന്താഗതിയിൽ ആകർഷിക്കപ്പെട്ട് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ വിദേശങ്ങളിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള ചില കൂട്ടർ ഇവരെ അവഹേളിക്കുന്നത്. അതേപ്പറ്റിയെല്ലാം വളരെ വിസ്തരിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ സാർ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. എവിടത്തെ യുക്തിവാദികളാ ഈ നാടിന്റെ പൈതൃകം? കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ വസ്തുതകൾ മാത്രമേ പറഞ്ഞുള്ളൂ. 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും ഒരു ഡോക്ടറേറ്റും ഡീലിറ്റും വെച്ച് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ഇത് ഈ നാട്ടിൽ സംഭവിക്കുന്നു. എന്നിട്ടും ഒന്നുകൂടി നോക്കണം. നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പള്ളിപ്പാന, ശ്രീകൃഷ്ണൻ, മതം, വർഗീയത, അമ്പലപ്പുഴ ദേശാഭിമാനി സപ്ലിമെന്റ് ഇറക്കി. എന്തിനിറക്കി? അമ്പലപ്പുഴ വർഗീയമല്ലേ? ദേശാഭിമാനിക്ക് സപ്ലിമെന്റ് ഇറക്കേണ്ട കാര്യം എന്ത്? After all, we are Hindus. Why after all? Before all, you are Hindus. ഇതാണ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം, തട്ടി പറഞ്ഞു കൊടുക്കണം. താനാണോ ഹിന്ദു എന്ന് പറയാൻ പേടിയുണ്ട്. സാരമില്ല, നിങ്ങളെയൊക്കെ പറയിപ്പിക്കാനൊന്നും ഒരു വിഷമവും ഇല്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മതി, അപ്പൊ വിളിക്കും മഹാവിഷ്ണുവിനെയും ചോറ്റാനിക്കര ഭഗവതിയും എറണാകുളത്തപ്പനെയും. മറ്റൊരു കർത്താവിനെയും വിളിച്ചിട്ട് പ്രയോജനമില്ല. നേരെ ഇവിടെ വരും. വരാതിരിക്കാൻ സാധ്യമല്ല. അവസാനം ചെന്നെത്തേണ്ട പോയിന്റ് ഇതാ. 1634 വർഷം കഴിഞ്ഞിട്ടും ഈ ധർമ്മം തളരാതിരിക്കാൻ കാരണം ഏത് ക്ഷേത്രത്തിൽ പോയാലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ നാടിന്റെ പൈതൃകമുണ്ട്. ഓരോ ബിറ്റുകളും മനസ്സിലാക്കണം. ആ പൈതൃകം മനസ്സിലാക്കിയ ലോകതന്ത്രജ്ഞന്മാരുണ്ട്. അസാധാരണമാം വിധം യുഎൻഒവിനകത്ത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, എടുത്തു പറയാറുണ്ട്, ആവർത്തന വിരസത്ത് തോന്നിയാലും 3ാം ക്ലാസ് പഠിച്ച മാതാമൃതാനന്ദമയ്യെ അതിനകത്ത് വിളിച്ചു. അമ്മക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രെയിനിങ് കൊടുത്തില്ല അവര്. അമ്മയോട് മലയാളത്തിൽ സംസാരിപ്പിച്ചു. 48 ഭാഷകളിൽ ഓൺ ദ സ്പോട്ട് ട്രാൻസ്ലേഷൻ നടന്നിരുന്നു. തർജ്ജിമ എല്ലാവരുടെയും ചെവിയിൽ അവരവരുടെ ഭാഷയിലെത്തും. എന്തിനാ അമ്മയെ വിളിച്ചത്? പള്ളിക്കാവില് ഒരു മുക്കുവക്കുടിലിൽ ജനിച്ചവരല്ലേ? എന്തിനു വിളിച്ചു? 107 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ലീഗ് ഓഫ് നേഷൻസിന് ഭാരത പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കാൻ പോയ വിവേകാനന്ദൻ അകത്ത് കയറാൻ സർ JJ തോംസന്റെ സർട്ടിഫിക്കറ്റ് 10 പ്രാവശ്യം കൊടുത്തിട്ടും അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. ചിക്കാഗോ റെയിൽവേ സ്റ്റേഷന്റെ മൂലക്കുള്ള ബഞ്ചിൽ കിടന്ന് ഉരുണ്ട് താഴെ വീണ് ആ വിവേകാനന്ദനെ സിസ്റ്റർ നിവേദിത ദൂരെ നിന്ന് കണ്ട് ഒരു അസാമാന്യ പ്രതിഭയാണല്ലോ എന്ന് പറഞ്ഞാണ് ചിക്കാഗോയിലെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ട് തോന്നിയ അതേ ദേശത്തില് അമ്മയെ ക്ഷണിച്ചു വരുത്തി. ആ കയറുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് UN ക്ഷണം. ഈ ദേശത്തിന്റെ വേദങ്ങളുടെ, പുരാണങ്ങളുടെ, ധർമ്മശാസ്ത്രങ്ങളുടെ തത്വചിന്തകൾ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട്, സ്വീറ്റ് ടാബ്ലറ്റ് ആയിട്ട് കയ്യിൽ തരാം. അതൊന്ന് കണ്ണടച്ച് നോക്കി ഒന്ന് അനലൈസ് ചെയ്താൽ പുത്തൻകാവിലെ വ്യക്തികൾക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞത് വേദചിന്തകളാണ്. അതിനപ്പുറം അമ്മ പറഞ്ഞിട്ടില്ല. സായിബാബയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞതാ ലഡ്ഡുവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ഈ അറ്റം വരെ വേണാടിനേക്കാളും നീളമുണ്ട് ലഡ്ഡുവിന്റെ ഫോട്ടോയ്ക്ക്. വേണാട് ട്രെയിനിനേക്കാളും നീളം. അപ്പോഴാണ് മനസ്സിലായത് 1.1 കോടി ലഡ്ഡുവാ ഉണ്ടാക്കിയിരിക്കുന്ന ബർത്ത്ഡേക്ക്. 1.1 കോടി ലഡ്ഡു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുറി എംറ്റി ആയപ്പോൾ, മുറിയിലുള്ള ലഡ്ഡു തീർന്നപ്പോൾ
അവിടെയുള്ള അതിപ്രഗത്ഭ വിദേശ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ, വി ഹാവ് നോട്ട് ഗിവൺ 2 ലഡ്ഡു ഫോർ എനിബഡി. അർത്ഥം എന്താ? ആർക്കും 2 ലഡ്ഡു കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഓരോ ലഡ്ഡു കൊടുത്തിട്ടാണ് 1.1 കോടി ലഡ്ഡു തീർന്നത്. അപ്പൊ എത്ര പേരാണ് അവിടെ വന്നിരുന്നത്? 1.1 കോടി ജനത പുട്ടപർത്തി എന്ന ഗ്രാമത്തില് കൊതുക് കടിയുടെ മൂർത്തിമദ്ഭാവം. പട്ടികളെ തലങ്ങും വിലങ്ങും പോകുന്നു. ചാണകത്തിന്റെ പൂരക്കളിയാ പുറത്ത്. ഇതെല്ലാം മാറ്റിവെച്ച് അതിനകത്തേക്ക് ചെല്ലാൻ പാകത്തിനൊരാകർഷണം സത്യത്തെ അന്വേഷിക്കുന്ന വിദേശീയർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ പൈതൃകം. അതല്ലാതെ സായിബാബ എന്താ പറയുക?